Okay. Hi. Hi, assalamu alaikum. എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് ഹായ് ഹായ് അസ്സലാമു അലൈക്കും. ശരിയില്ല. ഹായ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് വെൽക്കം ബാക്ക്. ഇന്ന് ഞായറാഴ്ചയാണ് കേട്ടോ. ഇവിടെ നമ്മൾ വിചാരിച്ച് നല്ല പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി എവിടെയെങ്കിലും പോയി ഇരുന്നിട്ട് കഴിക്കാന്ന്. കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോ ഉണങ്ങിയ വാഴയില വളരെയധികം കഷ്ടപ്പെട്ട് കിട്ടിയതാണ്, വേറെ കിട്ടാനില്ല. അപ്പൊ ഇതിന്റെ ഒക്കെ ഒരു ഷോപ്പിംഗ് വീഡിയോ ഞങ്ങള് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സ്കിപ്പ് ചെയ്യാൻ എല്ലാരും കാണാം. പിന്നെ ഈ വാഴന്റെലൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. ഞങ്ങള് മേടിച്ച് ബില്ലടിച്ച് പോകുമ്പോ തടാ വേറെ ട്രോളിയില് നല്ല ഫ്രഷ് വാഴന്റെല ഇങ്ങനെ പോണ്. നമുക്കാണെങ്കിൽ ഉണങ്ങിയോ കിട്ടി. കിട്ടാനില്ല, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ സൺഡേ പൊതിച്ചോറ് വീഡിയോ വിത്ത് പയർ പീസ്. തക്കാളി എന്താ വേണ്ട? വാഴന്റെ ഇല, ചമ്മന്തിയായി, വെളിച്ചെണ്ണ എടുക്കണം കേട്ടോ. ഇനി വാഴല എവിടെയും കാണാനില്ല. ലാസ്റ്റ് പീസ് നശിപ്പിക്കണ്ട, നല്ല പോലെ വെച്ചോ, കുഴപ്പമില്ല. ഉപ്പേരിയായി, മീൻകറിയായി, പിന്നെ ചമ്മന്തിയായി. ഇതെന്താ വേണ്ടത്? അതിൻ്റെ അടുത്ത് തട്ടിപ്പറിച്ച എടുക്കണ്ട. കുറച്ചേറെ അരി എടുത്തിട്ടുണ്ട്. പാക്കും പറ്റുകയാണെങ്കിൽ റബിക്കും ഒരു പൊതിച്ചോറ് കൊടുക്കണം. കഴുക ഇന്ന് ഫുള്ള് ഫുഡ് ഉണ്ടാക്കണ ഫിജാട്ടോ. അല്ല, അത് വേണ്ട, അത് വേണ്ട. ഞാൻ ചെറുതായിട്ട് ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, അടുത്ത സെക്ഷൻ നമ്മൾ പയറാട്ടാ. പയർ
പയറുപ്പേരി, പിന്നെ മീൻ പൊരിച്ചത്, തേങ്ങ ചമ്മന്തി, മാങ്ങൊക്കെ അരച്ച് മാങ്ങയും തേങ്ങൊക്കെ അരച്ച നല്ല അടിപൊളി ചമ്മന്തി, പിന്നെ കോഴിമുട്ട പൊരിച്ചത്, ചോറിനുള്ള വെള്ളം. അല്ല നമ്മൾ എവിടേക്ക് പോകും? പോവാ, അത് നമുക്ക് പ്ലാൻ ആക്കാം. നാടൻ കോമാങ്ങ. ഇതിന് ഞങ്ങളിവിടെ പുറത്തൂര് ഇതിന് കോമാങ്ങ എന്ന് പറയും. അത്രക്ക് എക്സ്പ്രഷൻ ആവുന്നില്ല. തേങ്ങ ചമ്മന്തി, ഉള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, ഉണക്കമുളക്, മാങ്ങ എല്ലാം കൂടി ഇട്ടിട്ട് പൈസ ഉണ്ടാ? എത്ര പൈസ ഉണ്ട്? 3 പൈസ. അതിനെന്താ കിട്ടുക? ഇതാ പൈസ അല്ലേ? ഓക്കെ. അതും കൂടി ആയി കഴിഞ്ഞാൽ നമ്മളെ പൊതിച്ചോറിനുള്ള സംഭവം റെഡി. പൊതിയ മാറ്റാ പോവാ. ഒരാള് മൂക്കിലടിക്കണ കൊണ്ടോ? വരണ നോക്കിക്കോട്ടോ. ഇഷ്ടമുണ്ട്. ചോറ് വരാം. ഇഷ്ടായ? എനിക്ക് മീൻ വേണ്ട. എന്നിട്ട് ചമ്മന്തി വെക്കുക. ഇത് പപ്പക്ക. ഇത് റാപ്പ് ചെയ്യാൻ എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. പൊതിച്ചോറ് റെഡി. Social and sporting events of the year. Best athletes for a festival of running. പൊതിച്ചോറ് തിന്നാൻ പോവാ. റൂമിലൊന്നും സ്ഥലമില്ല. പൊതിച്ചോറ് തിന്നാൻ നമ്മൾ പാർക്കിലേക്ക് പോകും. രസല്ലേ? റബിനെ ഉപ്പാനെ വിളിച്ചിട്ടുണ്ട്. അവരൊക്കെ കൂട്ടിയിട്ട് പൊതിച്ചോറ് മന്തിയും കിന്തിയൊക്കെ അല്ലേ നമ്മളെല്ലാം എപ്പോഴും തിന്നാറ്.
ഫുഡ് കഴിച്ചിട്ട് തരാം. പറഞ്ഞന്ന് പേപ്പർ അരി പൊട്ടിക്കാൻ കുറേ കാലത്തിന് ശേഷം കയ്യൊന്ന് വേറെ കഴിക്കണം, അരിഞ്ഞൊന്ന് കഴിക്കണം. കുറേ കാലത്തിന് ശേഷം ചോറ് കഴിക്കാൻ പോകണം. ഒരുപാട് കാലത്തിന് ശേഷം ഒരു പൊതിച്ചോറ് തിന്നാൻ പോണത്. അതിന്റെ മോൻ കൊടുത്തിട്ട് അത് വേറെ നാടമ്പാവിന്റെ കുട്ടീനെ ചോറ് വെച്ച് വെച്ചിട്ട് മടുത്തിട്ട് ഇന്നലെ ഞാൻ മുളക് കറി ഉണ്ടാക്കി. ഇത് സത്യം പറഞ്ഞാല് 10 പച്ചമുളക് ഇട്ടിട്ട് 10 പച്ചമുളക് നെല്ലിരിക്കും വരും തോന്നുന്നില്ല. അടിപൊളി ഇല്ല അത് മുട്ടച്ചോറും കാണുന്നു. ടീസ്പൂൺ എന്നിട്ട് ജയിച്ചു പോയി. അതോ എല്ലാം കൂടി കൊണ്ട് പോയിക്കട കറി കേട്ടോ. ഒരു കച്ചവടത്തിന അതാ ഒരു പ്ലേറ്റ് കിട്ടും. പപ്പനെ കുട്ടി കൊണ്ടുപോയി കട തിന്നോ കുഞ്ഞു വയ്യ ചോറ് മതിയാ എടുത്തോ അയിലക്കറി പടച്ചു തമ്പുരാനും. എന്നും കടയിൽ സാധനം പഠിക്കാൻ പോകുമ്പോ ഞാൻ ചോദിക്കും, ഒന്ന് മേടിക്കണം ആഗ്രഹിക്കും. പറ്റില്ലല്ലോ, ഹലാക്കിന്റെ മീനല്ലേ മേടിക്കുള്ളൂ. അറുപാവിന് ഉപ്പിണ്ട ചെറുത് സൂപ്പറായില്ലേ? എന്റെ റബ്യ ചോറിന്റെ ഒരു അനുഭവം അടിപൊളി ഉഷാറായി. ഒരു വണ്ടി അതവിടെ കിട്ടും. ഇതാരാണ്? ഒരു മരം വെക്കണം, മരം ഉണ്ടാവും. മധുരമുള്ള ചായ കൊടുക്കും. ചൂടുണ്ടോ? അപ്പോൾ ഞങ്ങൾ ഈ കുഞ്ഞു വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഞങ്ങൾ പോവുകയാണ് ഇവിടെ നിന്ന്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇതുപോലത്തെ കുഞ്ഞു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനിയും വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ.